പ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവവചനം നിങ്ങളോട് സംസാരിപ്പാൻ തന്ന കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനം കേൾപ്പാനിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ എന്ന വിഷയത്തെ ആസ്പദമാക്കി ദൈവവചനത്തിൽ കൂടി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 46-ൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന വാക്യത്തെ ആസ്പദമാക്കിയാണ് ഈ ഹെഡ്ലൈൻ എഴുതിയിരിക്കുന്നത്. ദൈവം എൻ്റെ സങ്കേതവും ബലവും കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാണ്. അതിനുശേഷം അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ ഇളകി സമുദ്രത്തിൽ വീണാലും അല്ലെങ്കിൽ അതിലെ വെള്ളം ഇരച്ചു കയറി പർവ്വതങ്ങളെ കുലുക്കുമാറാക്കിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം സങ്കേതമായിരിക്കുന്ന ഒരു വ്യക്തി, ദൈവം ആശ്രയമായിരിക്കുന്ന ഒരു വ്യക്തി ഏതൊക്കെ പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും, ഇവിടെ സങ്കീർത്തനത്തിൽ കോരകൂത്തന്മാർ എഴുതിയിരിക്കുന്നത് പോലെ നമ്മുടെ കാൽക്കീഴിൽ നിന്ന് ഭൂമി അങ്ങ് മാറിപ്പോവുകയോ അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക് പർവ്വതം ഇളകി വീഴുകയോ അതുമല്ലെങ്കിൽ സുനാമി പോലെ വെള്ളം കയറി പർവ്വതത്തെ കുലുക്കിയോ ഇതുപോലുള്ള എത്ര വലിയ പ്രശ്നങ്ങൾ മനുഷ്യവർഗത്തിനുണ്ടായാലും നാം, അതായത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനം, ഒരിക്കലും ഭയപ്പെടുകയില്ല. കാരണം അങ്ങനെയുള്ളവർക്ക് ദൈവം കഷ്ടങ്ങളിൽ, അതുപോലെ ഇതുപോലുള്ള കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ടുണ്ടായിരിക്കും. ലോകത്തിൽ മറ്റാർക്കും കഷ്ടങ്ങളിൽ നമ്മെ സഹായിപ്പാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ തന്നെ കഷ്ടങ്ങൾ വരുമ്പോൾ പലരും അതിൽ പെടാതെ നമ്മെ വിട്ടകന്നു പോവുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ദൈവം ആശ്രയമായിരിക്കുന്ന, ദൈവം സങ്കേതമായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എത്ര കഷ്ടങ്ങൾ വന്നാലും ധൈര്യത്തോട് പറയാൻ കഴിയുകയുള്ളൂ, ഞാൻ ഭയപ്പെടുകയില്ല, കാരണം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 13 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു ഒരു മുടിയനായ പുത്രൻ നമ്മൾ വിളിക്കുന്ന ഒരു പിതാവിൻ്റെയും 2 മക്കളുടെയും കാര്യം ഉപമയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, 15-11 മുതലുള്ള വാക്യങ്ങളിൽ. അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പൻ അധ്വാനിച്ച് സ്വത്തൊക്കെ ഉണ്ടാക്കി, വസ്തുവകളൊക്കെ ഉണ്ടാക്കി, തൻ്റെ 2 മക്കൾ തന്നോടൊപ്പമുണ്ട്, അവർ സന്തോഷമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തൻ്റെ പിതാവ് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇളയ മകൻ തനിക്കുള്ള വീതം അപ്പനോട് ചോദിച്ചു. അപ്പൻ അത് കൊടുത്തു. എന്നാൽ തന്നെ ഭാരപ്പെടുത്തി അതല്ല, അത് വിറ്റിട്ട് താൻ ദൂരദേശത്തേക്ക് കടന്നുപോയി, അപ്പനെ വിട്ട് അകന്നുപോയി. എപ്പോഴും ഒരു പിതാവിന് തൻ്റെ മക്കൾ തങ്ങളോടൊപ്പം താമസിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്നാൽ അപ്പനെ വിട്ട് അകന്നു പോവുകയും തനിക്ക് കൊടുത്ത ആ വീതം അല്ലെങ്കിൽ ആ വസ്തുവകൾ താൻ വിൽക്കുകയും ചെയ്തപ്പോൾ താൻ പിതാവിനെ വേദനിപ്പിച്ചതിനാൽ ദൈവത്തോട് പാപം ചെയ്തു, പിതാവിനോടും താൻ പാപം ചെയ്തു. അങ്ങനെ താൻ വളരെ ദൂരെ പോയി. ആദ്യമൊക്കെ എല്ലാം വളരെ നന്നായി നടന്നു, എല്ലാം സന്തോഷമായിരുന്നു, തനിക്ക് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു, പണമുള്ളത് കൊണ്ട് ഒരുപാട് പേര് തന്നെ സഹായിപ്പാനുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ദൂർത്തടിച്ച് താൻ ജീവിതം നയിച്ചപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സന്ദർഭം വന്നപ്പോൾ പണമെല്ലാം തീർന്ന് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു. ആ കഷ്ടങ്ങളിൽ അല്ലെങ്കിൽ ആ കഷ്ടത്തിൽ തന്നോടൊപ്പം നിൽക്കാൻ ആരുമില്ലായിരുന്നു. തന്നോട് കൂടെ സഹകരിച്ച എല്ലാ കൂട്ടുകാരും തന്നെ വിട്ട് അകന്നുപോയി. താൻ ആ ദേശത്തിലെ ഒരു
പ്രമാണിയെ ആശ്രയിച്ചു. അദ്ദേഹം ജോലി കൊടുത്തു, പന്നികളെ മേയ്പ്പാൻ ജോലി കൊടുത്തു. അങ്ങനെയെങ്കിലും തൻ്റെ വിശപ്പടക്കാമെന്ന് വിചാരിച്ചെങ്കിലും തനിക്ക് വയറ് നിറച്ച് ആ പന്നിയുടെ ആഹാരമായ വാളവര പോലും തനിക്ക് ലഭിച്ചില്ല. അങ്ങനെ താൻ വളരെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്, തനിക്ക് സുബോധം വന്നപ്പോൾ താൻ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിച്ചു. ദൈവം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും കഷ്ടങ്ങളും ഒക്കെ വരുത്തുന്നത് നാം അപ്പനെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാനാണ്. പ്രശ്നങ്ങളുടെ മധ്യേ നാം ദൈവത്തോട് അടുക്കുന്നുവെങ്കിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുകയും നാം അവനോട് ചെയ്ത തെറ്റ് നാം ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ സ്വീകരിപ്പാൻ കാത്തിരിക്കുന്ന നമ്മുടെ രക്ഷകനായ ദൈവം നമ്മുടെ മുമ്പിൽ വെളിപ്പെടും. ആ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് നമ്മളെ സഹായിപ്പാൻ കഴിവുള്ള ഒരേ ഒരു ആൾ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. അവന് മാത്രമേ നമ്മെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. അങ്ങനെ താൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകണം. തൻ്റെ ദൈവത്തോടും പിതാവിനോടും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് താൻ ക്ഷമ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് താൻ കടന്നു പോവുകയും തന്നെ കണ്ടപ്പോൾ തന്നെ പിതാവ് ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് താൻ വീട്ടിൽ സ്വീകരിക്കുകയും ചെയ്തു. ആ മകൻ പറഞ്ഞ എങ്ങനെയാണ്, നിന്റെ മകനായിരിക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, നിന്റെ വേലക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ. എന്നാൽ മനസ്സരിവുള്ള നമ്മുടെ കർത്താവ് വേലക്കാരായി ദാസനായിട്ട് നമ്മളെ ആക്കുവാനല്ല, ദൈവത്തോട് നേരെ പ്രാപിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ മകനാക്കി തീർക്കുന്ന ഒരു അനുഭവം. മുദ്രാമോതിരം തന്നെ അണിയിച്ചു എന്ന് പറയുമ്പോൾ ആ ഭവനത്തിലെ ഒരു അംഗമായി തൻ്റെ മകനായി താൻ സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവാം ആ മുദ്രയാൽ നമ്മളെ മകൻ എന്നുള്ള ആ പദവിയിലേക്ക് ആക്കി തീർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഇതുപോലുള്ള പ്രതികൂലങ്ങളോ കഷ്ടങ്ങളോ അനുഭവിച്ച് ദൈവത്തിങ്കൽ നകന്നുപോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തോട് അടുത്തു വരുവാൻ, തങ്ങളുടെ കുറവുകളെ ദൈവത്തോട് ഏറ്റുപറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്ന് ആഹ്വാനം ചെയ്യുകയാണ്. ഇവിടെ പിതാവ് പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, ഇതാ ജീവിക്കുന്നു. കാണാതെ പോയിരുന്നു, ഇതാ കണ്ടുകിട്ടി. അതുകൊണ്ട് ഇന്ന് സന്തോഷിക്കേണ്ടത് ആവശ്യമാണ്. താൻ വലിയ സദ്യ ഒരുക്കി തൻ്റെ കൂട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം വിളിച്ച് തങ്ങൾ സന്തോഷിക്കുമ്പോൾ താൻ പറഞ്ഞൊരു വാചകമാണിത്. തീർച്ചയായിട്ടും അവരൊക്കെ ചിന്തിച്ച് കാണും, ആ മകൻ നടന്നു വരുന്നതൊക്കെ കണ്ടു, അവൻ മരിച്ചവനല്ല. എന്നാൽ പിതാവ് പറയുന്നത് അവൻ മരിച്ചവനായിരുന്നു, ഇതാ ജീവിക്കുന്നു. എന്താണ് പിതാവ് അതിൽ കൂടി ഉദ്ദേശിക്കുന്നത്? അപ്പനിൽ നിന്ന് അകന്നു പോകുന്ന അല്ലെങ്കിൽ വേർപാട്, അതാണ് ആത്മീയ മരണം. ഇന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ ദൈവത്തിങ്കിൽ നിന്ന് അകന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഒരിക്കൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഒരിക്കൽ ദൈവീക കുടുംബത്തിലെ അംഗമായി എന്നുള്ളതല്ല, അങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ദൈവത്തിങ്കിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് പറയുവാനുള്ളത് ഇത് തന്നെയാണ്, മരിച്ചവനാണ്. എന്നാൽ ആ വേർപാട് മാറണമെങ്കിൽ, ദൈവത്തിങ്കിൽ നിന്ന് ദൈവവുമായിട്ടുള്ള അകൽച്ച മാറണമെങ്കിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വീണ്ടും ദൈവത്തോട് അടുക്കുകയും ആ ദൈവീക ജീവൻ പ്രാപിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമെന്നുള്ളത് ഇന്ന് നമ്മുടെ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവവുമായിട്ടടുത്ത് ആ കഷ്ടങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവവുമായി സന്തോഷിപ്പാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഇവിടെ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസും കൂടെയുള്ളവരും തിരമാലകളിൽ അല്ലെങ്കിൽ കാറ്റിൽ അകപ്പെട്ട് വളരെ ഭാരപ്പെട്ട ഒരവസ്ഥയിൽ യേശു കടന്നു വന്ന് രക്ഷിച്ച ഒരു വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു പകൽ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ അനുസരിച്ച് അവർ കടലിൻ്റെ അക്കരെ പോകുവാൻ
അവർ പടകുമായിട്ട് പോയി. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? യേശു വൈകുന്നേരം വരെ ഒരു മലയിൽ പോയി പ്രാർത്ഥിച്ചു. അതിനുശേഷം അവൻ തനിയെ ഇരുന്നു. 4-ാം യാമം വരെ അവൻ തനിയെ ഇരുന്നു. രാത്രിയുടെ 4-ാം യാമം വരെ അവൻ തനിയെ ഇരുന്നു. ഈ സമയത്തൊക്കെയും പത്രോസും കൂടെയുള്ളവരും തിരമാലയുമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു. അല്ലെങ്കിൽ കാറ്റിൻ്റെ പ്രതികൂലമായ കാറ്റിന് എതിരായിട്ട് അവർ പടക് വലിക്കുകയായിരുന്നു. അവർ വളരെ കഷ്ടപ്പെട്ട് ഇനി ഒരടി പോലും മുന്നോട്ട് നീക്കുവാൻ കഴിയാതെ പടക് മുങ്ങിപ്പോകുന്ന അനുഭവം വന്നപ്പോൾ കർത്താവിന് വെറുതെ ഇരിക്കുവാൻ കഴിയുകയില്ല. അവരോടൊന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവർ തീർച്ചയായിട്ടും ഭാരപ്പെട്ട് ഈ തിരമാലയിൽ, ഈ പ്രതികൂലത്തിൽ ഞങ്ങളെ സഹായിപ്പാൻ ഇനി ആരും വരികയില്ല. വളരെ ദൂരെയാണ്, പല നാഴിക ദൂരെയാണെന്നാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. എത്ര നോട്ടിക്കൽ മൈലെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും അനേക നാഴികൾ ദൂരെ, കരയിൽ നിന്ന് ദൂരെയാണ് അവരായിരിക്കുന്നത്. അവിടെ കടലിൽ വളരെ കഷ്ടം സഹിച്ച് അവർ അക്കരെ കടക്കുവാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. അവർ വളരെ വലഞ്ഞ് പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ അവരെ മരണത്തോളം എത്തിച്ചപ്പോൾ, അല്ലെങ്കിൽ മരിച്ചു പോകുമെന്നുള്ള നിരാശയോളം അവരെ എത്തിച്ചപ്പോൾ പിന്നെ യേശുവിന് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളും നമ്മുടെ കഷ്ടങ്ങളും കണ്ട് ഒരിക്കലും വെറുതെ ഇരിക്കുന്നവനല്ല. നമ്മോട് ഏറ്റവും അടുത്ത തുണയായിട്ട് നമ്മളെ വന്ന് സഹായിപ്പാൻ കഴിവുള്ളവൻ മറ്റാരുമല്ല, നമ്മുടെ യേശുവാണ്. ഇതാരെങ്കിലും ഈ യേശുവിങ്കിൽ നിന്നകന്ന് ഈ പ്രതികൂലങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു രക്ഷകനുണ്ട്, നിങ്ങൾക്കൊരാശ്വാസകനുണ്ട്. ഏത് പ്രശ്നത്തിലും ഏത് കഷ്ടത്തിലും കടന്നു വന്ന് സഹായിപ്പാൻ കഴിവുള്ള ഒരു വ്യക്തി അത് നമ്മുടെ ദൈവം മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് നമ്മുടെ ഹൃദയം അവങ്കിലേക്ക് ചായ്ക്കാം. പ്രതികൂലങ്ങളെ നോക്കിയാൽ, തിരമാലകളെ നോക്കിയാൽ തീർച്ചയായിട്ടും നാം ക്ഷീണിച്ചു പോകും, നാം നിരാശപ്പെട്ടു പോകും. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയാണ് നമ്മൾ നോക്കുന്നത്. പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കുമ്പോൾ അതിൻ്റെ വലിപ്പം, അതിൻ്റെ ശക്തി മറ്റാരും ഈ സമയത്ത് വിടിയിപ്പാനില്ലല്ലോ എന്നുള്ള ആ നിരാശ, ഇതൊക്കെ നമ്മളെ വളരെ പ്രതികൂലത്തിലേക്ക്, വളരെ ഭാരത്തിലേക്ക്, വളരെ നിരാശയിലേക്ക് ആഴ്ത്തിക്കളയുമ്പോൾ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നാം നോക്കുന്നുവെങ്കിൽ മാത്രമേ അവങ്കിൽ നിന്ന് രക്ഷ വരികയുള്ളൂ. യേശു കടലിലെ ആ തിരമാലകളുടെ മീതെ നടന്ന് ഒരിക്കലും ഒരു സഹായം എത്തുമെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ മീതെ നടന്നു വന്ന് രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇത് നമ്മുടെ അനുഭവത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടില്ലേ? ആരും സഹായിപ്പാനില്ലെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ, ഈ പ്രശ്നത്തിൽ എന്നെ സഹായിപ്പാൻ ഒരു മനുഷ്യനുമില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എത്ര അത്ഭുതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഈ കർത്താവിലേക്ക് നോക്കാം. എത്ര പ്രയാസങ്ങളാണെങ്കിലും, എത്ര പ്രശ്നങ്ങളാണെങ്കിലും മനുഷ്യർക്ക് ആ തിരമാലകളുടെ മുകളിലൂടെ നടന്നു വന്ന് രക്ഷിപ്പാൻ കഴിയുകയില്ല. ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. നമ്മുടെ രക്ഷകനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൽ ആശ്രയിച്ച് അവൻ്റെ മുഖത്തേക്ക് നാം നോക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ രക്ഷിപ്പാൻ കഴിവുള്ള കർത്താവാണ് നമ്മുടെ ദൈവം. അതുമാത്രമല്ല, ഈ തിരമാലകളുടെ മുകളിലൂടെ നടക്കുവാൻ അവൻ നമ്മളെ അഭ്യസിപ്പിക്കുന്നവനുമാണ്. ഇനി ഇതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ നാം നിരാശപ്പെട്ടു പോകാതെ അതിൻ്റെ മുകളിലൂടെ നടക്കുവാൻ നമ്മളെ അഭ്യസിപ്പിക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു കരടി വന്നു, പിന്നെ ഒരു സിംഹം വന്നു. അങ്ങനെ ഓരോ ദിവസം ഓരോ പ്രാവശ്യവും വലിയ വലിയ പ്രശ്നങ്ങളാണ് തന്നെ തരണം ചെയ്തത്. അപ്പോൾ ഓരോ പ്രശ്നം കഴിയുമ്പോഴും ദാവീദിന് ധൈര്യം കൂടി, ദാവീദിന് ബലമായി. ഇനി ഇതിലും വലിയ പ്രശ്നം, ഗോലിയാത്ത് പോലെയുള്ള ഇതിലും വലിയ പ്രശ്നം വന്നാലും എനിക്ക് നേരിടുവാൻ കഴിയും, കാരണം എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ നേരിടുമെന്ന് പറയത്തക്കവണ്ണം അവൻ ശക്തനായി തീർന്നു. ഇതുപോലെ തന്നെ നമ്മുടെ കർത്താവ് തിരമാലകളുടെ മുകളിലൂടെ നടന്നു വന്ന് രക്ഷിക്കുന്നുവെന്ന് മാത്രമല്ല, ഇതുപോലെയുള്ള തിരമാലകളുടെ മുകളിലൂടെ നടക്കുവാൻ നമ്മളെ അഭ്യസിപ്പിക്കുന്ന ദൈവം കൂടിയാണ്.
അപ്പോൾ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മളെ വീണ്ടും ധൈര്യപ്പെടുത്തുവാനാണ്, വീണ്ടും നമ്മളെ ബലപ്പെടുത്തുവാനാണ്. ഇതിലും വലിയ പ്രതികൂലങ്ങൾ, ഇതിലും വലിയ തിരമാലകൾ വന്നാൽ അതിൻ്റെ മുകളിലൂടെ നടപ്പാൻ നമ്മളെ അഭ്യസിപ്പിക്കാനാണ് കർത്താവ് കടന്നു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. പത്രോസ് യേശുവിൻ്റെ അടുത്തേക്ക് ആ തിരമാലകളുടെ മുകളിലൂടെ പോയി. കാരണം പത്രോസിന് പേടിക്കാനില്ല, യേശുവാണ് കൂടെയുള്ളത്. പ്രിയപ്പെട്ടവരെ, ഏത് പ്രയാസങ്ങൾ, ഏത് വലിയ തിരമാലകൾ കടന്നു വന്നാലും, ഏത് കഷ്ടങ്ങൾ കടന്നു വന്നാലും നമ്മോട് കൂടെയുള്ളത് നമ്മുടെ രക്ഷകനായ, നമ്മളെ സ്നേഹിക്കുന്ന, ഏറ്റവും അടുത്ത തുണയായ നമ്മുടെ കർത്താവാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവൻ ഏറ്റവും അടുത്ത് തന്നെ നമ്മോട് കൂടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്തോത്രം, നമ്മുടെ ഭയമെല്ലാം മാറിപ്പോകും. ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കും. താണുപോയാൽ കൈക്ക് പിടിച്ച് കയറ്റുവാൻ യേശു കൂടെയുണ്ട്. ആശ്വാസവും സന്തോഷവും ജീവിതത്തിൽ വരണമെങ്കിൽ ആ യേശുവിൻ്റെ സാന്നിധ്യം നാം രുചിച്ചറിയണം. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൽ ഇതേ അനുഭവം അപ്പോസ്തലനായ പൗലോസിന് കടന്നു വന്നു. ലൂക്കോസ് അതിനെക്കുറിച്ച് വിശദമായി അവിടെ എഴുതിയിട്ടുണ്ട്. പൗലോസ് കപ്പിത്താനോടും അതുപോലെ തന്നെ കപ്പലുടമയോടും പടനായകന്മാരോടും പറഞ്ഞത്, ഈ തുറമുഖം വിട്ട് നാം മുന്നോട്ട് പോകരുത്. താൻ വെറുതെ പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ ആലോചന താൻ അവരോട് പറഞ്ഞതാണ്. എന്നാൽ അവർ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വലിയ വില കൊടുക്കാതെ, അവരുടെ പരിചയം, ഒരു കപ്പിത്താന് ഏത് കടലിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല പരിചയമുണ്ട്. അവൻ ഒരു തുറമുഖത്തു നിന്നും വേറെ തുറമുഖത്തേക്ക് എങ്ങനെ പോകാം, ഏത് കാലയളവിൽ പോകാം, കാറ്റിൻ്റെ ഗതി, ഇതെല്ലാം നല്ല നിശ്ചയമുള്ളവനാണ്. അതുകൊണ്ട് പൗലോസ് ഒരു തടവുകാരനാണ്. ആ തടവുകാരൻ്റെ വാക്കിന് ശ്രദ്ധ കൊടുത്തില്ല. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനയാണെങ്കിൽ പോലും, ആണെന്ന് അവന് മനസ്സിലായാൽ പോലും അതിന് അവൻ ശ്രദ്ധ കൊടുക്കാതെ തൻ്റെ പരിചയത്തിൽ ആശ്രയിച്ച്, തൻ്റെ വൈദഗ്ധ്യത്തിൽ ആശ്രയിച്ച്, തൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് താൻ ആ കപ്പൽ നീക്കി. എന്നാൽ ദൈവത്തിൻ്റെ വാക്കിന് ശ്രദ്ധ കൊടുക്കാതിരുന്ന ആ കപ്പിത്താനെയും തന്നോടുകൂടെ ഉണ്ടായിരുന്ന 276 പേരെയും പ്രതികൂലങ്ങളാൽ ദൈവം ബാധിച്ചു. കൊടുങ്കാറ്റും തിരമാലയും കാർമേഘവുമായിട്ട് സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ 14 ദിവസം അവർ കടലിൽ ആഹാരം പോലും കഴിക്കാതെ ചെലവഴിച്ചു. ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് രക്ഷ എങ്ങു നിന്നും വരികയില്ല എന്നവർക്ക് മനസ്സിലായപ്പോൾ, തിരമാലകൾ അടങ്ങുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ, കൊടുങ്കാറ്റ് അടങ്ങുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ, അവർ നിരാശപ്പെട്ട് ആഹാരം കഴിക്കാതെ അവരിരുന്നു. ഞാൻ വിചാരിക്കുന്നു അവർ ദൈവത്തോട് നിലവിളിച്ച് കാണും. പൗലോസ് ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞപ്പോൾ അതനുസരിക്കാതിരുന്നതിൽ അവർ ഭാരപ്പെട്ട് കാണും. കാരണം പൗലോസ് തന്നെ എഴുന്നേറ്റ് നിന്ന് അവരോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ കഷ്ടനഷ്ടങ്ങൾ നിങ്ങൾ സമ്പാദിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു, എങ്കിലും നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കും. അപ്പം അവർ തന്നെ സമ്പാദിച്ചതാണ് ഈ കഷ്ടനഷ്ടങ്ങൾ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കഷ്ടങ്ങളും നാം തന്നെ സമ്പാദിക്കുന്നതാണ്. നാം അതിന് പലരെയും കുറ്റം പറയും. ചുറ്റുപാടുള്ളവരെ കുറ്റം പറഞ്ഞെന്ന് വന്നേക്കാം, നമ്മോട് കൂടി സഹകരിക്കുന്നവരെ കുറ്റം പറയും, നമ്മുടെ ഭവനത്തിലുള്ളവരെ കുറ്റം പറയും. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നത്, നിങ്ങൾ ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതിരുന്നുവെങ്കിൽ നന്നായിരുന്നു. എന്നാൽ ഈ കഷ്ടം വന്നാൽ പോലും നിങ്ങൾക്ക് രക്ഷയുണ്ട്, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം ഒരിക്കൽ കേട്ടിട്ട് അനുസരിക്കാതിരുന്ന് ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിച്ച ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പരസ്യ യോഗങ്ങളിൽ നിന്നോ ഭവനത്തിൽ കടന്നു വന്ന ആരെങ്കിലും കർത്താവിനെ കുറിച്ച് പറയുകയോ മറ്റ് യോഗങ്ങളിൽ കടന്നുപോയി ദൈവത്തെക്കുറിച്ച് കേൾക്കുകയോ ചെയ്തിട്ട് അതിനേക്കാൾ ഉപരി തങ്ങളുടെ ബുദ്ധിയോ ജ്ഞാനമോ അറിവിനോ വില കൊടുത്ത് മുന്നോട്ട് പോയി ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിച്ച ആരെങ്കിലും ഇന്നെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കുകയാണ്. കർത്താവിലേക്ക് മടങ്ങി വരിക, നിങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ വിളിക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ രക്ഷിപ്പാൻ തക്കവണ്ണം മനസ്സരിവുള്ള കർത്താവാണ്. പൗലോസിനെയും
പൗലോസ് സഹിതം 276 പേരെ ദൈവം രക്ഷിപ്പാൻ കാരണം പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ ദേശത്തുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നിങ്ങളുടെ ഭവനത്തിലുണ്ടായെന്ന് വന്നേക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും രക്ഷയുണ്ട്, വിടുതലുണ്ട്. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനാണ്. ഏത് പ്രയാസത്തിലും ഏത് കഷ്ടത്തിലും നമ്മോട് മനസ്സലിയുന്ന ദൈവമാണ്. നമുക്കറിയാം, പല അവസരങ്ങളിൽ വചനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയുവാനുണ്ട്. തന്നോടുകൂടി ദൈവവചനം കേട്ട് മുന്നോട്ട് കടന്നു വന്നവർ 3 ദിവസത്തോളം ആഹാരം കഴിക്കാതെ ദൈവവചനം കേട്ടിട്ട് ആ വചനം അവരുടെ ജീവിതത്തിൽ അവരെ കറക്റ്റ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് അവർ ആ സന്തോഷത്തിൽ 3 ദിവസം യേശുവിനോട് കൂടെ തന്നെ നടന്നു. യേശു അവരെ നോക്കിയിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. ഇങ്ങനെ അവരെ വിട്ടാൽ അവർ തളർന്നു പോകും, തീർച്ചയായിട്ടും അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്ന് ചിന്തിച്ച യേശു, നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മെക്കാട്ടിലും നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം നമ്മെക്കുറിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല, നമ്മെക്കുറിച്ച് ഭാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ഈ സത്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. നാം നമ്മെക്കുറിച്ച് ഭാരപ്പെട്ടാൽ ഒന്നും നടക്കുകയില്ല. നാം നമ്മുടെ ജീവനെ കരുതുന്നുവെങ്കിൽ നഷ്ടപ്പെടും. നാം നമ്മുടെ ജീവനെ കളഞ്ഞാൽ അതിനെ നേടുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നാമായി തന്നെ നമുക്ക് വേണ്ടി കരുതിയാൽ ഒരിക്കലും ഒരു പ്രയോജനവുമില്ല. എന്നാൽ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവിടെ ഇരുന്ന എല്ലാവർക്കും 5000 ആയാലും 7000 ആയാലും അതിലുപരിയായാലും അവരെ മുഴുവൻ പോഷിപ്പിച്ച് മടക്കി അയക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. അവനാണ് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. ഭൂമി മാറിപ്പോകട്ടെ, പർവ്വതം സമുദ്രമധ്യേ വീഴട്ടെ, അതിലെ വെള്ളം ഇരച്ചു കയറി പർവ്വതത്തെ കുലുക്കട്ടെ, നാം ഭയപ്പെടുകയില്ല. കാരണം ഈ യേശു നമ്മോട് കൂടെയുണ്ട്, ഈ ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നമ്മോട് കൂടെയുള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ കർത്താവിനെ ഇതുവരെയും രുചിച്ചറിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ കർത്താവുമായിട്ട് ഇതുവരെയും ബന്ധപ്പെടാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇന്ന് ഒരു നല്ല അവസരമായിരിക്കട്ടെ യേശുവിനെ ഏറ്റുപറയുവാൻ. തങ്ങളുടെ കുറവുകളെ യേശുവിനോട് പറഞ്ഞ് നിൻ്റെ മകനായി എന്നെ സ്വീകരിക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മകന എന്നുള്ള ആ വലിയ പദവി നമുക്ക് നൽകി തന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൂതന്മാരെ അയച്ച് നമ്മളെ രക്ഷിച്ച്, പൗലോസിനെ ദൂതനെ അയച്ച് ആശ്വാസം പകർന്നതുപോലെ ദൂതന്മാരെ അയച്ച് നമുക്ക് ആശ്വാസം പകർന്ന് കഷ്ടം വരുമ്പോൾ ഏറ്റവും അടുത്ത തുണയായി നിന്ന് നമ്മളെ വിടിവിച്ച് പ്രതികൂലങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മീതെ കൂടി നടന്നു വന്ന് നമ്മളെ രക്ഷിക്കുന്ന ആ വലിയവനായ ദൈവം നമ്മോട് കൂടെ ഉള്ളതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ കർത്താവിനെ സ്വീകരിച്ച് സന്തോഷമായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ കർത്താവേ, ഇന്ന് കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവത്തിൻ്റെ വചനം ഇന്ന് കേട്ട എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയും ആശ്വാസവും സമാധാനവും സന്തോഷവും കഷ്ടങ്ങളിൽ വിടുതലും നൽകിക്കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സർവ്വശക്തി അവിടുന്ന് വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.